भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ഭാഗവതത്തിൽ അലിയാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. പൊന്നുഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷങ്ങൾ ഒന്നുകൊണ്ട് മാത്രം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 759 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ആരംഭിക്കുന്നത്. ദ്രുമിളൻ എന്ന നവയോഗീശ്വരൻ നിമി മഹാരാജാവിന് അവതാര മൂർത്തികളെ, അവതാര ലീലകളെ പറഞ്ഞു കൊടുക്കുന്ന രംഗം. അതാണ് ഈ 4-ാമത്തെ അധ്യായത്തിൻ്റെ രത്നച്ചുരുക്കം. അവതാരവർണ്ണനം എന്ന് തന്നെയാണ് ഇതിന് പേര് നൽകിയിട്ടുള്ളത്. അവിടെ ഭഗവാൻ ബ്രഹ്മാവായും വിഷ്ണുവായും അതേപോലെ തന്നെ രുദ്രനായും ഒക്കെ പല രൂപത്തിൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞു നിർത്തി. പിന്നീട് പറയുകയാണ് നരനാരായണ അവതാരത്തെക്കുറിച്ച് വിസ്തരിച്ച് പറയുന്നു. ധർമ്മസ്യ ദക്ഷദുഹിതുര്യജനിഷ്ടമൂർത്തിയാം നാരായണോ നരഋഷി പ്രവര പ്രശാന്ത നൈഷ്കർമ്മ്യലക്ഷണമുവാച ചചാര കർമ്മ യോദ്യാപി ചാസ്തഋഷിവര്യ നിഷേവിതാംഘ്രി. ദക്ഷദുഹിതരി, ദക്ഷന്റെ പുത്രിയായിരിക്കുന്ന മൂർത്തിയാം, മൂർത്തിയിൽ ധർമ്മസ്യ, ധർമ്മന്റെ പുത്രനായി ഋഷിപ്രവരഹ, ഋഷികളിൽ ശ്രേഷ്ഠനായ പ്രശാന്താത്മാവായ നാരായണൻ എന്നുപേരായ ഋഷിയായും നരഹ, നരനായിട്ടും അജനിഷ്ഠ, ജനിച്ചു ഭഗവാൻ. നൈഷ്കർമ്മ്യലക്ഷണം കർമ്മ, ജ്ഞാനപ്രദമായ കർമ്മത്തെ ഉവാച, ഉപദേശിച്ചു. ചചാര, ആചരിക്കുകയും ചെയ്തു. യാതൊരുവൻ അദ്യാപി, ഇപ്പോഴും ഋഷിവര്യ നിഷേവിതാംഘ്രി, ഋഷിശ്രേഷ്ഠന്മാരാൽ സേവിക്കപ്പെടുന്ന പാദപത്മങ്ങളോടുകൂടിയവനായി ആസ്തേ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നരനാരായണ ഋഷീശ്വരന്മാരുടെ അവതാരത്തെക്കുറിച്ച് പറയുകയാണ്. ധർമ്മന്റെ ഭാര്യ ദക്ഷപ്രജാപതിയുടെ പുത്രിയായ മൂർത്തി, ഇവർക്കുണ്ടായ പുത്രന്മാര് നാരായണൻ, നരൻ. 2 മൂർത്തികളായി മഹാവിഷ്ണു അവതരിച്ചു.
മോക്ഷത്തെ നിരോധിക്കുന്ന കർമ്മങ്ങൾ നശിപ്പിക്കാൻ അതിനെന്ത് വേണം? നിഷ്കാമ കർമ്മങ്ങളെ, ആ നൈഷ്കർമ്മ്യ ലക്ഷണം കർമ്മ. അങ്ങനെ നിഷ്കാമ കർമ്മങ്ങളുടെ ലക്ഷണം നാരദാദി ഋഷീശ്വരന്മാർക്ക് ഈ നരനാരായണ ഋഷികൾ ഉപദേശിച്ചു കൊടുത്തു എന്നാണ്. ഋഷിശ്രേഷ്ഠന്മാരായ നാരദാദി ഋഷികൾ ഇന്നും ഇവരുടെ പാദാരവിന്ദങ്ങളെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു. തപശക്തിയുള്ളവരാണെങ്കിലും സാധാരണ ഋഷികളിൽ കാമം, ക്രോധം ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ കാമം, ക്രോധം തുടങ്ങിയ ആ മാലിന്യങ്ങൾ ഒട്ടും തന്നെ ലേശം പോലും തീണ്ടാത്തവരാണ്, പ്രശാന്താത്മാക്കളാണ് ഈ നരനാരായണന്മാർ. അതുകൊണ്ടാണ് നാരദാദി ഋഷീശ്വരന്മാർ ഇവരെ സേവിക്കുന്നത്. അപ്പൊ അന്ധക്കരണം ശാന്തമായിരിക്കുന്നവർക്ക് മാത്രമേ ഭഗവാന്റെ മഹിമയെ അറിയാൻ സാധിക്കുള്ളൂ. അതേപോലെ സകല ചരാചരങ്ങളിലും ദയ കാണിക്കാൻ സാധിക്കുകയുള്ളൂ. നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ള നാരായണ മഹർഷി കാണിച്ച വിശേഷമായിട്ടുള്ള ലീലകളെ പിന്നീട് 10 ശ്ലോകം കൊണ്ട് വിവരിക്കുകയാണ്. ഇന്ദ്രോ വിശങ്ക്യ മമ ധാമ ജിഘൃക്ഷതീതി കാമം ന്യയുക്ത സഗണം സബദര്യുപാഖ്യം ഗത്വാപ്സരോ ഗണവസന്ത സുമന്ദവാതൈ സ്ത്രീ പ്രേക്ഷണേഷുഭിരവിദ്യത തന്മഹിജ്ഞ. മമധാമ, എൻ്റെ സ്ഥാനത്തെ ജിഘൃക്ഷതി അപഹരിക്കാനാണ് എന്ന് ഇതി ഇന്ദ്രഹ വിശങ്ക്യ, ഇന്ദ്രൻ സംശയിച്ചിട്ട് സഗണം കാമം ന്യയുക്ത, സംഘത്തോടുകൂടിയ കാമൻ, ആ മന്മഥ സംഘത്തെ ഈ നരനാരായണന്മാരുടെ അടുത്തേക്ക് അയച്ചു. ആ മന്മഥനോ ബദര്യുപാഖ്യം, ബദരി എന്ന് അറിയപ്പെടുന്ന ബദര്യാശ്രമം എന്ന സ്ഥലത്തേക്ക് ഗത്വ പ്രവേശിച്ചിട്ട് അപ്സരോഗണ വസന്ത സുമന്ദവാതൈ, അപ്സര സ്ത്രീകൾ, വസന്ത ഋതു, മന്ദമാരുതൻ, അതേപോലെ തന്നെ സ്ത്രീ പ്രേക്ഷണേഷുഭി, സ്ത്രീകളുടെ നോട്ടമാകുന്ന ബാണങ്ങളെ കൊണ്ടും അതന്മഹിജ്ഞ, അദ്ദേഹത്തിന്റെ ആ നരനാരായണന്മാരുടെ മഹിമയെ അറിയാതെ അവിദ്യൽ പ്രഹരിച്ചു. ബദര്യാശ്രമം എന്ന ആ പുണ്യസ്ഥലത്താണ് നാരായണ മഹർഷി തപസ് ചെയ്യണത് എന്നാണ്. അങ്ങനെ തപസ് ചെയ്യണ കണ്ടപ്പോ ദേവേന്ദ്രന്റെ വിചാരം എന്താ? ലോകത്തിലെ എല്ലാ ആളുകളും സ്വർഗം മോഹിച്ചിട്ടാണ് തപസ് ചെയ്യണത് എന്നാണ്. ദേവേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സുഖം, ഏറ്റവും വലിയ ആ നമ്മൾ എത്തിച്ചേരേണ്ടുന്നതായിട്ടുള്ള ഗതി അല്ലെങ്കിൽ പ്രാപ്യസ്ഥാനം എന്നുള്ളത് സ്വർഗം എന്നാണ് കണക്കാക്കിയേക്കുന്നത്. അതുകൊണ്ടാണ് കഠിനമായി തപസ് ചെയ്യുന്ന ഋഷിയെ കണ്ടപ്പോ ദേവേന്ദ്രന് ഭയമുണ്ടായി, അസൂയയുണ്ടായി, ആകപ്പാടെ പരിഭ്രമിച്ചു ദേവേന്ദ്രൻ. കാരണം ഈ മഹർഷി നാഗപൃഷ്ഠം, ആ ഇന്ദ്രലോക പദവിയെ നേടാൻ വേണ്ടിയിട്ടാണ് എന്ന് ഇന്ദ്രന് ശങ്കയുണ്ടായി. എങ്കിൽ ഈ തപസ്സിനെ മുടക്കണം എന്നും തീർച്ചപ്പെടുത്തി. അതിന് സാധാരണ തപസ് മുടക്കാൻ ആരെ വിടുക? മന്മഥനെ. ആ കാമദേവന്റെ 5 ബാണങ്ങൾ കൊണ്ടാൽ തപസ് ഇളകാത്തവരായിട്ട് ആരുമില്ല എന്നാണ് ദേവേന്ദ്രന്റെ വിചാരം. അതുകൊണ്ട് തന്നെ സഹായിക്കുന്ന ആ മന്മഥനോടും ആ മന്മഥനെ സഹായിക്കുന്ന അപ്സര സ്ത്രീകളോടും അതോടൊപ്പം തന്നെ മന്ദമാരുതൻ, അതേപോലെ വസന്ത ഋതു, ഇങ്ങനെയുള്ള അനുകൂലമായ കാമം ജനിക്കാൻ അനുകൂലമായിട്ടുള്ള ഘടകങ്ങളെ ഈ ബദര്യാശ്രമത്തിലേക്ക് പറഞ്ഞയച്ചു. സ്ത്രീകളുടെ കടക്കണ്ണാകുന്ന നോട്ടം അത് വലിയൊരു അസ്ത്രമാണ് എന്നാണ് പറയണത്. അങ്ങനെ മോഹജനകമായിരിക്കുന്ന ഈ ശരങ്ങളെ കൊണ്ട് വരം തരാൻ സാധിക്കുന്ന മഹർഷിക്ക് നേരെ ഈ ശരങ്ങളെ പ്രയോഗിക്കുക. ഗംഭീരാശയനായ മഹർഷിയുടെ മനസ്സിനെ ഇളക്കാൻ ഈ സ്ത്രീകളുടെ കടക്കണ്ണോട്ടം കൊണ്ട് സാധിക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്വാർത്ഥതൽപരനായ ഇന്ദ്രൻ, കിങ്കരനായ ആ മന്മഥൻ അല്ലെങ്കിൽ അപ്സര സ്ത്രീകൾ, ഇവരാരും തന്നെ ഈ നാരായണന്റെ മഹിമയെ അറിയുന്നവരായില്ല എന്നാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ അവര് അവിടേക്ക് ചെന്നത്. വിജ്ഞായ ശക്രകൃതമക്രമമാദിദേവ പ്രാഹപ്രഹസ്യ ഗതവിസ്മയ ഏജമാനാൻ മാഭൈഷ്ട ഭോ മദന മാരുത ദേവവദ്ധോ ഗൃഹീതനോ ബലിമശൂന്യമിമം കുരുധ്വം. ആദിദേവ, ആദിദേവൻ
ശക്രകൃതം അക്രമം വിജ്ഞായ, ദേവേന്ദ്രൻ ചെയ്തതായിട്ടുള്ള ഈ അക്രമത്തെ മനസ്സിലാക്കിയിട്ട് പ്രഹസ്യ ചിരിച്ചു. സാധാരണ പലപ്പോഴും മഹർഷിമാർക്ക് കാമമുണ്ടായില്ലെങ്കിൽ തന്നെ കാമാനുജനായ ക്രോധമുണ്ടാവാറുണ്ട്. ഇവിടെ അങ്ങനെയല്ല ഉണ്ടായത്. ഇവിടെ ചിരിച്ചു അദ്ദേഹം. എന്നിട്ട് ഗതവിസ്മയ, അഹങ്കാരമില്ലാത്തവനായി, ഏജമാനാൻ പ്രാഹ, ഭയപ്പെട്ട് വിറയ്ക്കുന്ന ആ മന്മഥനോട് ആയിട്ട് പറയുകയാണ്, ഭോമദന മാരുത ദേവവധ്വ, അല്ലയോ മന്മഥ കാമദേവ, അതേപോലെ മന്ദമാരുത, അല്ലയോ ദേവസുന്ദരികളെ, ദേവസ്ത്രീകളെ, മാ ഭൈഷ്ട, നിങ്ങൾ പേടിക്കേണ്ട. നാ ബലിം ഗൃഹീത, ഞങ്ങളുടെ ഈ സൽക്കാരത്തെ നിങ്ങൾ സ്വീകരിക്കൂ. നിങ്ങൾ ഏതായാലും ഇവിടേക്ക് വന്നില്ലേ, ഇമം ആശ്രമം അശൂന്യം കുരുധ്വം, ഈ ആശ്രമത്തെ ശൂന്യമല്ലാതായിട്ട് നിങ്ങൾ ചെയ്യൂ, നിങ്ങൾ ഇവിടെ നിൽക്കൂ എന്നാണ്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എന്നാണ് പറഞ്ഞത്. ഇവിടെ ഈ ഇന്ദ്രൻ ചെയ്ത അക്രമമാണ് എന്നറിഞ്ഞ് ഇന്ദ്രന്റെ അല്പത്വത്തെ ആലോചിച്ചിട്ടാണ് ചിരി വന്നത്. അങ്ങനെ നാരായണ മഹർഷി തൻ്റെ നേരെ പ്രയോഗിക്കുക ഒന്നും ഫലവത്താവില്ല എന്ന് അറിയാമെങ്കിലും അതുകൊണ്ട് സാധാരണ ഉണ്ടാകാറുള്ള അല്ലെങ്കിൽ ഉണ്ടാകുമായിരുന്ന ഗർവം, അഹങ്കാരം, ലവലേശം അദ്ദേഹത്തിലില്ല. അത് തന്നെയല്ല, ഭയപ്പെട്ട് വിറച്ചു നിൽക്കുകയാണ് മന്മഥനും മറ്റുള്ള ആളുകളും. അപ്പൊ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരും പേടിക്കേണ്ട, നിങ്ങൾക്ക് ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ സ്വാമി പറഞ്ഞ കാര്യം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ദേവേന്ദ്രനെ പോലും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഞങ്ങൾ തരുന്ന ഈ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അതൊക്കെ നിസ്സാരമാണ് കാട്ടിൽ നിന്ന് കിട്ടുന്നത്. എങ്കിലും ഇതൊക്കെ സ്വീകരിച്ച് നിങ്ങൾ ഈ ആശ്രമത്തെ, ഞങ്ങളെയൊക്കെ അനുഗ്രഹിക്കൂ. നോക്കൂ, ശൂന്യമാണ് ഈ ആശ്രമം. പലപ്പോഴും ഒരു അതിഥികൾ ഇങ്ങോട്ട് കടന്നു വരാറില്ല. അപ്പോ അവർ വന്നാലും അവരെ സൽക്കരിക്കുക, സൽക്കരിച്ചാലും അവർ സ്വീകരിക്കാതിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ ആശ്രമ സ്ഥലം എന്നും ശൂന്യമാണ്. അപ്പൊ അതുകൊണ്ട് ശൂന്യമായി കിടക്കുന്ന സ്ഥലത്തിനും ആശ്രമസ്ഥലത്തിനും തമ്മിൽ എന്താ ഭേദം എന്നാണെങ്കിൽ, നിങ്ങൾക്ക് പരിപൂർണ സൗഖ്യമുണ്ട്. ആ നിങ്ങളുടെ വരവ് ഞങ്ങൾക്ക് നിങ്ങളെ സ്വീകരിക്കാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് ഈ ആശ്രമം ധന്യമായി എന്നൊക്കെയാണ് അദ്ദേഹം അർത്ഥം വെക്കുന്നത്. അതുകൊണ്ട് ക്ഷമയോടും ദയോടും കൂടി പറയാണ്, ഇന്ദ്രന്റെ അതിക്രമത്തെ അറിഞ്ഞിട്ടും എനിക്ക് ലവലേശം നിങ്ങളോട് ദേഷ്യം എന്നൊന്നില്ല. ഇത് എന്താണ്? ക്ഷമയുടെ, തിതിക്ഷയുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ്. ഇന്ദ്രന്റെ അതിക്രമത്തെ മനസ്സിലാക്കിയിട്ട് പോലും ക്ഷമിക്കുക എന്നുള്ളത്, ഇതാണ് ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകളുടെ മഹിമ എന്ന് കാണിക്കണം. ഉള്ള ശക്തി മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് അത് ആരുടെ രീതിയാണ്? അഹങ്കാരികളുടെ ലക്ഷണമാണ്. എന്നാൽ നാരായണ ഋഷി തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരികയാണ്. ആദ്യം പറഞ്ഞു, സ്വയം മറ്റുള്ളവരെ ഉപദേശിക്കുകയും അത് ആചരിക്കുകയും ചെയ്തു എന്നാണ്. ഉപദേശിക്കാനൊക്കെ എല്ലാവർക്കും എളുപ്പമാണ്. ക്രോധമരുത്, കാമമരുത് എന്നൊക്കെ പറയാൻ നമുക്ക് സാധിക്കും. പക്ഷേ അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ ഒട്ടും എളുപ്പമല്ല. അത് നല്ല ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത ആളുകൾക്ക് ശമദമാദികളിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. ഭഗവാൻ ഇത് കാണിച്ചു തരാണ്. ഋഷികൾ എങ്ങനെ വേണം എന്ന് വേണ്ടത് തൻ്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു തരുന്നു. ഇദ്ധം ബ്രുവത്യഭയദേ നരദേവദേവ സവ്രീഡ നമ്രശിരസ സഘൃണം തമൂചു നൈതദ്വിഭോ ത്വയി പരേ അവികൃതേ വിചിത്രം സ്വാരാമധീര നികരാനതപാദപത്മേ. നരദേവ, അല്ലയോ രാജാവേ, അഭയതെ, അഭയത്തെ കൊടുക്കുന്ന ദേവൻ ഇങ്ങനെ ബ്രുവതി സതി പറഞ്ഞപ്പോ ദേവ, ആ കാമദേവൻ അടക്കമുള്ളവര് സവ്രീഡ നമ്രശിരസ, ലജ്ജ കൊണ്ട് കുനിഞ്ഞ ശിരസ്സുമായി സഘൃണം തം, ദയാലുവായ ഭഗവാനോട് ഊചു പറഞ്ഞു. വിഭോ, അങ്ങ് തത്വ ജ്ഞാന സമർത്ഥനാണ്. സ്വാരാമധീര നികരാനത പാദപത്മേ, ആത്മാരാമന്മാരായിരിക്കുന്ന ധീരന്മാർ നമസ്കരിക്കുന്ന പാദപത്മത്തോടുകൂടിയ പരേ, അവിദ്യയിൽ നിന്ന് ദൂരസ്ഥനായി അവികൃത, വികാരരഹിതനായിരിക്കുന്ന അങ്ങയിൽ
ഏതത് ന വിചിത്രം. ഈ ക്ഷമ കാണുന്നതിൽ ഒരു അത്ഭുതവുമില്ല എന്നാണ്. ക്ഷമ ഏറ്റവും ശ്രേഷ്ഠനായ ഒരാളുടെ ഏറ്റവും ഉദാത്തമായ ഒരു ലക്ഷണമാണ്. മറ്റുള്ളവരോട് പൊറുക്കാനും ക്ഷമിക്കാനും കഴിയുക എന്നുള്ളത് ദൈവികമാണ്. തെറ്റ് മാനുഷികവും ആ തെറ്റ് പൊറുക്കുന്നത് ദൈവികവുമാണെന്ന് പറയാറുണ്ട്. നോക്കൂ, തുച്ഛന്മാരിൽ പരാക്രമം കാണിക്കുക എന്നുള്ളത് മഹാത്മാക്കൾക്ക് ദോഷമാണ്. മഹാത്മാക്കൾ ഒരിക്കലും അങ്ങനെ ചെയ്യൂല. പരാക്രമത്തെ അപമാനിക്കുകയാണ്. അഭയം നൽകുന്ന ഭഗവാൻ ഇത്തരത്തിൽ പ്രവർത്തിക്കുകയും പറയുകയും ചെയ്തപ്പോ ദേവന്മാര് പറയുകയാണ്, തത്വം ധരിക്കാൻ സമർത്ഥനായ അവിടുന്ന്, ഹേ വിഭോ, അങ്ങയ്ക്ക് ക്ഷമ ഏറ്റവും യോഗ്യമാണ്, ഏറ്റവും യോജ്യവുമാണ്. ഇങ്ങനെ അങ്ങ് ക്ഷമ പ്രകാശിപ്പിച്ചില്ല എങ്കിൽ ഞങ്ങൾക്ക് ഇത് കാണിക്കാൻ സാധിക്കൂ. അപ്പൊ അതുകൊണ്ട് അങ്ങയിൽ ഇതൊരു അത്ഭുതമല്ല. അപരാധം ചെയ്തവരോട് കൂടി അതിനെ പൊറുക്കാനും അവരോട് കാരുണ്യം കാണിക്കാനും സാധിക്കുക അങ്ങയുടെ ആ സഹജമായ മഹിമയെ കാണിക്കുന്നതാണ്. കാമക്രോധാദികൾക്ക് അങ്ങയുടെ മനസ്സിനെ വികൃതപ്പെടുത്താൻ സാധിക്കില്ല. ഞാൻ കാമത്തിന്റെ ദേവനാണ്. അപ്പോ എന്നോട് പോലും ഇങ്ങനെ കാണിച്ചു. അങ്ങ് അവിദ്യയിൽ നിന്നും ദൂരെയിരിക്കുന്നു, അങ്ങ് പരനാണ് എന്നാണ്. അപ്പോ ആത്മാനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മഹാധീരന്മാർ അവിടുത്തെ പാദാരവിന്ദങ്ങളെ ആശ്രയിക്കുന്നു. ഞങ്ങളും അവിടുത്തെ പാദങ്ങളിൽ വീഴുന്നു. അങ്ങനെയുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകളുടെ പോലും അവർക്ക് പോലും കാമക്രോധങ്ങൾ ഇല്ല എന്നിരിക്കെ അവർ ആരാധിക്കുന്ന അങ്ങയ്ക്ക് കാമമോ ക്രോധമോ ഉണ്ടാകുക എന്നുള്ളത് അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്, സംഭവിക്കാത്തതാണ്. അങ്ങയെ ഭജിക്കുന്നവർ കൂടി അങ്ങനെയാണ്. അതുകൊണ്ട് ശുദ്ധജ്ഞാനസ്വരൂപനായ അങ്ങ് ഞങ്ങളുടെ നേരെ കാണിച്ച കാരുണ്യം അത് അങ്ങയുടെ സഹജമായ ധർമ്മമാണ്, സ്വഭാവമാണ് ഭഗവാനെ. ത്വാം സേവതാം സുരകൃതാ ബഹവോന്തരായ സ്വൗകോ വിലംഘ്യ പരമം വ്രജതാം പദം തേ നാന്യസ്യ ബരിഹിഷി ബലീൻ ദദതസ്വഭാഗാൻ ധത്തേ പദം ത്വമവിത യതി വിഘ്നമൂർധ്നി. ത്വാം സേവതാം, അങ്ങേ സേവിക്കുന്നവരും സ്വൗക സ്വർഗലോകത്തെ വിലംഘ്യ കടന്നിട്ട് തേ പരമം പദം വ്രജതാം, അങ്ങയുടെ പരമമായ പദത്തെ പ്രാപിക്കുന്നവരായവർക്ക് സുരകൃത ദേവന്മാർ ചെയ്യുന്ന ബഹവ അന്തരായ അനേക വിഘ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ബരിഹിഷി സ്വഭാഗാൻ ബലീൻ, അഗ്നിയിൽ തങ്ങളുടെ അവകാശങ്ങളായ ബലികളെ ദാനം ചെയ്യുന്ന അന്യസ്യ അന്യന് വിഘ്നങ്ങൾ ഉണ്ടാവുന്നില്ല. അങ്ങ് അവിതായതി രക്ഷിതാവായിരിക്കുന്ന പക്ഷം വിഘ്നമൂർധ്നി വിഘ്നങ്ങളുടെ തലയിൽ പദം ധത്തെ കാലിനെ വെക്കുന്നു. വിഘ്നങ്ങളെയൊക്കെ ചവിട്ടി താഴ്ത്തുന്നു അങ്ങ്. ഇവിടെ അങ്ങയിൽ കാമക്രോധാദികൾ ഉണ്ടാകാത്തതിൽ അത്ഭുതമില്ല എന്നുള്ളത് പോലെ തന്നെ അങ്ങയെ പോലെയുള്ള മഹാന്മാരുടെ നേരെ ക്രൂരത കാട്ടുന്ന അവിവേകത്തിൽ നിന്നുണ്ടാകുന്ന കുറ്റം ഞങ്ങളിൽ കാണപ്പെടുന്നതിലും ആശ്ചര്യം ഇല്ല. കാരണം എന്താ? ഇത് ഞങ്ങളുടെ സ്വഭാവമാണ്. അങ്ങയെ ഭജിക്കുന്നവരെ ദേവന്മാര് ഉപദ്രവിക്കും. ദേവേന്ദ്രൻ അങ്ങയുടെ ഭക്തന്മാരെ ഉപദ്രവിക്കാനുള്ള ആയുധങ്ങളാണ് ഞങ്ങളോട് ദേവേന്ദ്രൻ കൽപ്പിക്കുന്നു. ആ കൽപ്പന അനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നു. അങ്ങയുടെ ഭക്തന്മാരെ എന്തിനാണ് ദേവേന്ദ്രൻ ഉപദ്രവിക്കുന്നത്? അവർക്ക് ഇന്ദ്രന്റെ വാസസ്ഥാനമായ സ്വർഗലോകം പോലും വേണ്ട, അങ്ങയുടെ പാദത്തോട് ചേരാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ യാഗാദി കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് ദേവലോകങ്ങൾ കാക്ഷിക്കുന്നവരാണ് ഈ ദേവേന്ദ്രനെ പോലുള്ള ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവര്. അറിവില്ലാത്തവർ യാഗാദികൾ ക്രമത്തിൽ നടത്തി ആ പുനരാവൃത്തിക്ക്, പുനരഭിജനനം പുനരഭിമരണം എന്നുള്ളതിന് കാരണമായിരിക്കുന്ന സ്വർഗത്തെ ആഗ്രഹിക്കും. അറിവുള്ള ആളുകളോ ആ സ്വർഗത്തിനും അപ്പുറം നിത്യാനന്ദത്തിന്റെ അവിടുത്തെ ആ പദത്തിലേക്ക് എത്താൻ മോഹിക്കുന്നു. അതുകൊണ്ട് അങ്ങയെ പൂജിക്കുന്നു. ഇത് ദേവേന്ദ്രന് ഇഷ്ടമല്ല. അപ്പോ ഈ ദേവലോകത്തേക്കാൾ ഉയർന്നു നിൽക്കുന്ന ആളുകളെ ദേവേന്ദ്രന് ഇഷ്ടമല്ല എന്ന് പറയുന്നതിൽ അത്ഭുതമില്ലല്ലോ. ഇവരിൽ ദേവന്മാർക്ക് വിദ്വേഷം ഉണ്ടാവുന്നു. അതുകൊണ്ട് അങ്ങയെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥാനം, അത് മോഹിക്കുന്ന ആളുകൾക്ക് വിഘ്നങ്ങൾ ഉണ്ടാക്കാൻ ഈ ദേവേന്ദ്രൻ സ്ഥിരമായി
പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങയെ പൂജിക്കാതിരിക്കുന്നവർക്കോ ദേവന്മാരാൽ ചെയ്യപ്പെടുന്ന വിഗ്രഹങ്ങൾ ഉണ്ടാവണില്ല. കാരണം എന്താ? അവരെ ദേവന്മാർ ഉപദ്രവിക്കില്ല. അവർ യാഗാദി കർമ്മങ്ങളെ കൊണ്ട് അഗ്നിയിൽ കൂടി ദേവന്മാരെ ആരാധിക്കുന്നു. എന്നാൽ തുച്ഛമായ സ്വർഗലോകം കിട്ടുന്നു എന്നല്ലാതെ അവർക്ക് ഒരിക്കലും നിത്യാനന്ദത്തിന്റെ വൈകുണ്ഠ പദപ്രാപ്തി അനുഭവിക്കാൻ സാധിക്കണില്ല. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. നേരത്തെ പറഞ്ഞു, ഈ പുണ്യം നശിച്ചു കഴിഞ്ഞാൽ യാഗങ്ങളെ കൊണ്ടൊക്കെ പുണ്യം കിട്ടും, പക്ഷേ ആ പുണ്യം നശിക്കുന്നതാണ്, നശ്വരമാണ്. അപ്പൊ അങ്ങനെ നശിക്കുന്ന പുണ്യം നശിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് വീണ്ടും താഴേക്ക് വീഴേണ്ടി വരും. എന്നാൽ ഇനി അങ്ങയെ ഭജിക്കുന്ന ആളുകളെ ദേവേന്ദ്രൻ ദ്രോഹിക്കുക അല്ലെങ്കിൽ വിഘ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്താൽ എന്തു ചെയ്യും? അങ്ങ് മരങ്ങളുടെ വേരിൽ ഒഴിക്കുന്ന വെള്ളം എല്ലാ ശാഖകളെയും തളിർപ്പിച്ച് രക്ഷിക്കുന്നത് പോലെ അങ്ങയെ ഭജിക്കുന്നവരുടെ നേരെ സകല ദേവന്മാരും സന്തോഷിക്കും, ഉപദ്രവിക്കില്ല. എല്ലാ ദേവന്മാരെയും ഒരേ സമയത്ത് സന്തോഷിപ്പിക്കണമെങ്കിൽ അവിടുത്തെ ഭജിച്ചാൽ മതി. അങ്ങനെയുമുണ്ട്. സർവദേവ നമസ്കാരം ഗോവിന്ദം പ്രതിഗച്ഛതി. അതേപോലെ തന്നെ ഗോവിന്ദ നമസ്കാരം എല്ലാവർക്കുമുള്ള സന്തോഷത്തിന് കാരണമാവുകയും ചെയ്യും. അപ്പോ എല്ലാ ദേവന്മാരെയും ഒരേ സമയം സന്തോഷിപ്പിക്കണമെങ്കിൽ നാരായണ പാദപത്മങ്ങളെ നിഷ്കാമമായി ആശ്രയിച്ചാൽ മാത്രം മതി എന്നാണ്. ഇവിടെ സർവന്തര്യാമിയായിരിക്കുന്ന ഭഗവാൻ തൻ്റെ ഭക്തന്മാരുടെ വൈഭവത്തെ ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോഴൊക്കെ ഈ ഭക്തന്മാരെ ദ്രോഹിക്കാൻ ദേവന്മാരെ തന്നെ പ്രേരിപ്പിക്കും. ദേവന്മാർ ചെയ്യുന്ന വിഘ്നങ്ങൾ ഭക്തന്മാരിൽ ഏൽക്കുന്നില്ല എന്ന് വരുമ്പോഴോ, അത് ആ ഏതൊരു വസ്തു കൊണ്ടാണോ, വലിയൊരു കരിമ്പാറക്കെട്ടിലേക്ക് വലിയൊരു മൺകലം കൊണ്ട് എറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഈ കരിമ്പാറക്കെട്ടിനൊന്നും സംഭവിക്കില്ല, മൺകലം പൊട്ടി തകർന്നു പോവും. ഇതേപോലെ ഭക്തന്മാർക്ക് നേരെ ഇവർ കാണിക്കുന്ന വിഘ്നങ്ങളും ഇത്തരത്തിലുള്ള അക്രമങ്ങളും ഒരിക്കലും ഭക്തന്മാരെ ഒരു തരത്തിലും ദ്രോഹിക്കില്ല, നിഷ്ഫലമായിട്ട് തീരും അതൊക്കെ. അങ്ങനെ വരുമ്പോ സാധാരണ ആളുകൾ പോലും ഭഗവാനെ ഭജിക്കാൻ തുടങ്ങും. അങ്ങനെ സകല ചരാചരങ്ങളിലും ഭക്തി നിറയാൻ വേണ്ടിയിട്ടാണ് ഭഗവാനെ അവിടുന്ന് ഇത്തരത്തിൽ ചെയ്യുന്നത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാമദേവനും ആ മന്ദമാരുതനും ദേവ സ്ത്രീകളുമൊക്കെ ആ നാരായണ ഋഷിയോട് പറയുന്ന 10ാമത്തെ ശ്ലോകത്തോടു കൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. 11ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമല മഥനി പാപവിനാശിനി
സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ
ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.